ഹായ് ഫ്രണ്ട്സ്, ഹൈ റേഞ്ച് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുട്ടയിട്ട് അത് കൂട്ടാടിയായിട്ട് ഒരു പൂർണ്ണമാക്കിയിട്ട് ദിവസം വരെ മതി എന്നാണ് പറയുന്നത്. അപ്പം വേനമഴ പറയുന്നത് നമ്മൾ വേനമഴ പെയ്യുന്ന സമയത്താണ് ഡെങ്കിപ്പനി കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്, കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ഇവിടുത്തെ പറഞ്ഞ ഡെങ്കിപ്പനി എങ്ങനെയാണ് പകരുന്നതെന്ന് പറഞ്ഞത്, അതായത് ഡെങ്കിപ്പനിയുള്ള ഒരാളെ കൊതുക് കഴിച്ച് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഡെങ്കിപ്പനിയുള്ള ഒരാളെ കൊതുക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊതുകിന്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്ന വൈറസ് കയറും. ആ ഈ കൊതുക് 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 400 മീറ്റർ എന്നാണ്, അതല്ലെങ്കിൽ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പറയുന്ന കൊതുകിന് അത്രയും ദൂരം കറങ്ങാനുള്ള ഒരു ശേഷിയുണ്ട്. അപ്പം നമ്മളിപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഈ ഇപ്പം ചെടിച്ചട്ടികളിലൊക്കെ ചെടി വളർത്തുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഫിഷ് ടാങ്കുകളുണ്ട്, നമ്മുടെ ബാമ്പു പോലത്തെ ചെടികളെല്ലാം വീട്ടിൽ വളർത്തുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫ്ലവർ ആ ഒരു പാത്രം, ഭൂപാത്രത്തിൻ്റെ അടിയിൽ ഒരു ട്രേ കാണും അല്ലേ? അപ്പം ഇതിനൊരു അത്ര സ്ഥലം മതി കൊതുക് വളരാനായിട്ട്. അപ്പം നമുക്കിതിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കൊതുക് കടി ഏൽക്കാതിരിക്കുക. കൊതുക് കടി ഏൽക്കാതിരിക്കുന്നതിന് ഫസ്റ്റ് ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പരിസര ശുചിത്വം, വെള്ളക്കെട്ട് ഒഴിവാക്കുക. അത് ഈ പറയുന്ന പോലെ ഡെങ്കിപ്പനിക്കെതിരായിട്ടുള്ള ഒരു വാക്സിനോ അല്ലെങ്കിൽ ഒരു മരുന്നോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ പറയുന്ന അസുഖം സ്പ്രെഡ് ആകാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അസുഖം വരാതിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കൊതുകിൻ്റെ കടി ഏൽക്കാതിരിക്കുക, അല്ലെങ്കിൽ കൊതുകിൻ്റെ ഉറവിടം നശിക്കണം, അതും അല്ലെങ്കിൽ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സാധാരണ വേനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട് അല്ലേ? അപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പാത്രങ്ങളിലെല്ലാം വെള്ളം പിടിച്ചു വെക്കും. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം വെള്ളത്തിന് ക്ഷാമമുള്ളതാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം മറിച്ച് കളയുക. അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേറൊരു പാത്രം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം അതിലോട്ട് അരിച്ച് മാറ്റിയതിന് ശേഷം ആ പഴയ വെള്ളം ഇരുന്ന അത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കളയണം. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പനി ഉണ്ടാവും. പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ സമയത്ത് പനി കാണുന്നില്ല, രാത്രി സമയത്തായിരിക്കും മിക്കവാറും പനി. അതുപോലെ തന്നെ നല്ല ശക്തമായ തലവേദന കാണും. അതുപോലെ തന്നെ കണ്ണിന് പുറകിലുള്ള നല്ല വേദനയായിരിക്കും. അപ്പോൾ ഇതിന് വേറൊരു പേര് പറയുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എല്ലുകൾ നുറുങ്ങുന്ന രീതിയിലുള്ള ശരീരവേദനയായിരിക്കും. നമുക്ക് അതിനുള്ള ടെസ്റ്റുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് അതിൽ ആൻറ്റിജൻ ടെസ്റ്റും ഉണ്ട്, ആൻറ്റിബോഡി ടെസ്റ്റും ഉണ്ട്. പനി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ടെസ്റ്റുകളുണ്ട്. പിന്നെ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അസ്ഥിമജ്ജേനെ അത് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. അപ്പോൾ കൗണ്ട് കുറയാമെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മുതൽ 3.5 ലക്ഷം വരെയാണ് ഈ കൗണ്ടിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 1 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു 50,000 താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ദിവസം കൂടുന്നതിൽ പ്ലേറ്റ്ലെറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഒരു 10,000 ചെയ്യുന്ന ഒരു അസുഖമാണ് അല്ലേ? കാരണം ഈ പറയുന്ന കല്ല് വളരാനുള്ള ഒരു സാഹചര്യവും നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഉറവിടം വലിച്ചെറിയുന്ന എന്തെങ്കിലും പ്ലാസ്റ്റിക് കുപ്പികൾ, ടയറുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഇനി അഥവാ അങ്ങനെ വെള്ളക്കെട്ട് വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ വെള്ളം ആഴ്ച തന്നെങ്കിലും ചെയ്യണം. പിന്നെ കൊതുകിനെ രക്ഷപ്പെടാനായിട്ട് പറയുന്നത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കൊതുകുവല ഉപയോഗിക്കണം. ഡെങ്കിപ്പനിയുള്ള ആൾക്കാർ കൊതുകുവല തീർച്ചയായിട്ടും ഉപയോഗിക്കണം. കൊതുകുകൾ ഏർക്കാതിരിക്കാനും ബാക്കിയുള്ള ആൾക്കാർക്ക് പകരാതിരിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്.
ഡെങ്കിപ്പനി മാരകമായ ഒരു അസുഖം തന്നെയാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. നമ്മൾ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. കൊതുകുകൾ വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക. കൂടാതെ ഈ അസുഖം ബാധിച്ചവർ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർ എപ്പോഴും കൊതുക് വലയ്ക്കുള്ളിൽ കിടക്കാൻ ശ്രദ്ധിക്കുക. അവരെ മാക്സിമം മറ്റു കൊതുകുകൾ കടിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഈ കൊതുകുകളാണ് മറ്റുള്ളവർക്ക് രോഗം പടർത്തുന്നത്.